പ്രതിഷേധത്തിൽ യുദ്ധക്കളമായി മാറി അക്ഷരാർത്ഥത്തിൽ രാജ്യ തലസ്ഥാനം. മോനെ, അണ്ണൻ കളത്തിലിറങ്ങേണ്ട സമയമായി. As we are aware, yesterday the country has been witnessed a very brutal attack, police attack against students and youth. It is very shameful. என்ன செய்ய முடியும்? இங்கிலீஷ்லயே பேசி பழக்கமாய் போச்சு. Deeply condemnable. Biological Kanimana's University of Civil Technical Panchayat election first. पार्लियामेंट स्टार्ट कर दिए, इसके बाद उधर आके सॉलिडारिटी डिक्लेयर करने के लिए वी विल बी विद यू. अमित शाह has to decide. Yes. I have. नहीं थाना सिंह जिंदाबाद. नहीं थाना सिंह जिंदाबाद. ഒരു സ്റ്റാൻഡേർഡ് തന്തയും വിട്ട് തട്ടിയതാ. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. ആ ജനാധിപത്യ രാജ്യം ലോകത്തിന്റെ മുമ്പിൽ ഇന്നലെ തലതാഴ്ത്തി നിൽക്കേണ്ടി വന്നില്ലേ? അതെപ്പോ വാപ്പാ? അഴകെ ഉണ്ട്. ആണോ? എന്നാ കണ്ടിന്യൂ. വസ്ത്രം കീറപ്പെട്ട പെൺകുട്ടി കീറിയ വസ്ത്രവുമായി സമരസ്ഥലത്തിരിക്കുകയാണ് മഴനനഞ്ഞ്. അതാ നിന്റെ വിഷമം? അല്ല പിന്നെ ഈ കുട്ടികളിലേക്ക് എത്താൻ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞത്? അതുകൊണ്ട് അമിത്ഷാ റെസ്പോൺസിബിൾ ആണ്, ഈ യൂണിയൻ ഗവൺമെന്റ് റെസ്പോൺസിബിൾ ആണ്. ഈ ആരവം കേൾക്കണം. മനോഹരം, ഗംഭീരം. നിങ്ങൾ ആരെങ്കിലും തിരുവനന്തപുരത്ത് നടന്ന PSC ഉദ്യോഗാർത്ഥികളുടെ സമരപന്തലിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. അന്ന് എവിടെയായിരുന്നു SFI? അന്ന് എവിടെയായിരുന്നു A റഹീം? അന്ന് എവിടെയായിരുന്നു CPM-ന്റെ ഒക്കെ നേതാക്കന്മാർ? അവസാനം പെൺകുട്ടികളൊക്കെ മൂടി മുറിക്കുന്ന ഒരു അവസ്ഥ എത്തിയിട്ടുണ്ടായിരുന്നു കേരളത്തിൽ. തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ആ സെക്രട്ടേറിയറ്റിന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവരുടെ സമരം കാണായിരുന്നു. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അതെ, കോളേജിൽ പിൻവാതിൽ നിയമനത്തിലൂടെ അത് കൃത്രിമം നടത്തി റാങ്ക് ലിസ്റ്റ് കയറി കൂടിയവരൊക്കെ ഇപ്പൊ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വക്കീലിനിയാവുന്ന വേറെ എന്തൊക്കെ പണികളുണ്ട്. എനിക്ക് അർജന്റ് ആയിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. വണ്ടി എടുക്കടാ പൊട്ടാ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ. പൊന്നു മോനെ.